ഫ്രണ്ട്സ്, അടുത്ത ചാപ്റ്റർ കോർപ്പറേറ്റ് ഗവർണൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, ഞാൻ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കാനും വഴി കാട്ടാനും ഒക്കെ ഒരു പോളിസീസിൻ്റെ ലിസ്റ്റിനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് അല്ലെങ്കിൽ ഗവർണൻസ് ഓഫ് കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനീസിനെയൊക്കെ നിയന്ത്രിക്കണ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിനെ ഓഡിറ്റേഴ്സിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം ആ ബിസിനസ്സിനെ നയിക്കുക. പിന്നെ ഈ പറയണ പോലെ കമ്പനീസിനെ നന്നായിട്ട് ന്യായമായ രീതിയിൽ അതിനെ നിയന്ത്രിക്കുക, ഓക്കെ, വഴി കാട്ടുക. ഇതൊക്കെ ടോപ്പ് ലെവലിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചട്ടക്കൂടാണ്. അതായത് ആ ചട്ടക്കൂടിൻ്റെ അകത്ത് കുറേ റൂൾസ് ഉണ്ടാവും, സിസ്റ്റംസ് ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും, പ്രാക്ടീസസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കമ്പനീസിനെ നമ്മൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫെയർനെസ്. ഫെയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായ കാര്യങ്ങൾ ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് ട്രാൻസ്പെറൻസി, അതായത് എന്ത് ചെയ്താലും അതിനൊരു തെളിവ് വേണം. തേർഡ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓഡിറ്റ്, അതായത് ഈ പറഞ്ഞ കോർപ്പറേഷൻസിൽ ഉത്തരവാദിത്തം വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണക്ക് പരിശോധിക്കണം. ഇവർ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണോ ഇവർ പ്രവർത്തിക്കുന്നത്, ഇവർ പറയണ പോലെയാണോ ഇവർ പ്രവർത്തിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ കമ്പനീനെ സംബന്ധിച്ച് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, സ്റ്റാഫ്, അവരൊക്കെയാണ് ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എക്സ്റ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി, ഗവൺമെൻറ്, ബാങ്ക്സ്, പിന്നെ ടാക്സ് അതോറിറ്റീസ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സെല്ലേഴ്സ്, സപ്ലയേഴ്സ്, ഇതൊക്കെയാണ് ഒരു കമ്പനീനെ സംബന്ധിച്ചുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടും പൊതുജന താല്പര്യത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ കോർപ്പറേറ്റുകളൊക്കെ നല്ല തീരുമാനവും നല്ല നല്ല പോളിസീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് വഴി കൂടുതൽ സഹായിക്കും. ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ ന്യായമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കമ്പനീനെ സഹായിക്കും. അടുത്ത ഒബ്ജക്റ്റീവ്സ് മാനേജ്മെൻറ്റ് എല്ലാ ഏരിയാസിലും നല്ല ക്ലിയർ ആയിട്ടുള്ള, അതായത് നല്ല തെളിവോടുകൂടിയും നല്ല ലോജിക്കലായിട്ടുള്ളതും നല്ല ന്യായമായിട്ടുള്ള പോളിസീസ് എടുക്കാനായിട്ട് സഹായിക്കും. അടുത്ത ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ രൂപീകരണം ഉണ്ടാവുന്നു, അതിൻ്റെ ഒരു സമ്പൂർണ്ണ മാതൃക ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കമ്പനീസിൻ്റെ റിസോഴ്സസ് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് വഴി റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ചുറ്റിന് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ ഒരു നല്ലൊരു വിശ്വാസം, അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഫസ്റ്റ് വൺ ട്രാൻസ്പെറൻസി. അപ്പോൾ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ കമ്പനി പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് തെളിവോടുകൂടി കാണിക്കും. ഇനി അടുത്ത പോയിൻ്റാണ് പ്രൂഡൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് മാനേജ്മെൻറ്റ് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് അവർ ഫുൾ പവറും എക്സ്പെർട്ടൈസ് നോളജും ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കും. അതായത് നല്ല നല്ല ഡിസിഷൻസ് എടുത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കും. അടുത്ത പോയിൻ്റാണ് എൻഹാൻസിങ് വാല്യൂ ഓഫ് എൻ്റർപ്രൈസ്. അപ്പം നല്ല ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ള കമ്പനീസ് ആകുമ്പോൾ അതനുസരിച്ച് നല്ല പേര് വരും. നല്ല പേര് വന്നു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വിശ്വാസം കൂടും. വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ ബിസിനസ് നന്നായിട്ട് വളരും. ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ലാഭം കൂടും. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം. ഇപ്പോൾ നമ്മൾ കുറച്ചും ഡിസ്കസ് ചെയ്തല്ലോ, ഒരു കമ്പനീസിന് കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്പനി നല്ല ഉത്തരവാദിത്തം മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സ്റ്റേക്ക് ഹോൾഡറിന് മാത്രമല്ല ഉത്തരവാദിത്തം കീപ്പ് ചെയ്യേണ്ടത്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരുപോലെ തന്നെ കമ്പനി ഉത്തരവാദിത്തം കീപ്പ് ചെയ്യണം. ഇനി അടുത്ത ഇന്നോവേഷൻ. ഒരു കമ്പനി പുതിയ പുതിയ സാധ്യതകൾ കണ്ടുപിടിച്ച് ആ കമ്പനിയുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സ്വയം കണ്ടെത്തണം മാർഗങ്ങൾ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പനി തന്നെ വളരുകയും ചെയ്യും, കമ്പനിയുടെ വാല്യൂ കൂടും ജനങ്ങളുടെ ഇടയിൽ. അടുത്ത പ്രൊഫഷണലിസം ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ എല്ലാ ലെവൽസിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല കമ്പനിയിൽ, അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള നോളജും എക്സ്പീരിയൻസും ഉണ്ടാവണം. ആരും പരസ്പരം അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ ഉണ്ടാക്കരുത്. ഓക്കെ, ചെയ്യുന്ന ജോലി നല്ല വൃത്തിക്ക് ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വേണം, അതുപോലെ തന്നെ നല്ല ഗുഡ് റെക്കോർഡ് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതായത് നല്ല എക്സ്പെർട്ടൈസ് നോളജ് ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് സ്റ്റേക്ക് ഹോൾഡർ റെക്കഗ്നിഷൻ. കമ്പനി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ബഹുമാനിക്കണം, അതുപോലെ തന്നെ കമ്പനി വിശ്വസിക്കുകയും ചെയ്യണം. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള കാരണമാണ് കമ്പനി ഇത്രയും വളർന്നത്. ഞാൻ അടുത്തത് എത്തിക്സും കോർപ്പറേറ്റ് ഗവേണൻസും തമ്മിലുള്ള വ്യത്യാസം. എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്മാർഗി, ധാർമ്മികം, അതൊക്കെയാണ്. ഓക്കെ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇപ്പോൾ ഓഫീസിലാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ധർമ്മം ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ അത് ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ പോലും നമ്മളത് എല്ലാ ലെവൽസിലും, ഇപ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ ജൂനിയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യണത്, അത് കഴിയുമ്പോൾ സീനിയർ ആവും, അങ്ങനെ എല്ലാ ലെവൽസിലും നമുക്ക് ആ ധാർമ്മികം നമ്മുടെ ഉള്ളിലുണ്ടാവും, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ധാർമ്മികം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഗുലേഷൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഈ ധാർമ്മികം പോലെയല്ല ഈ കോർപ്പറേറ്റ് ഗവർണൻസ്. ഈ എത്തിക്കൽ വാല്യൂസിൻ്റെ ഒപ്പം കൂടി ചേരേണ്ട ഒരു സംഭവമാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. അതൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് സാധാരണ ടോപ്പ് ലെവൽ, ഹയർ ലെവലിലൊക്കെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യണത്. പിന്നെ ഇതൊക്കെ നമ്മൾ കുറേ സമയമെടുത്ത് നമ്മളത് പഠിക്കണം, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. കോർപ്പറേറ്റ് ഗവർണൻസ് വളരണമെങ്കിൽ നമ്മളത് റെഗുലേറ്റ് ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ടത് പാലിക്കണം. ഇനി അടുത്ത മാനേജ്മെൻറ്റും കോർപ്പറേറ്റ് ഗവർണൻസും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് ഓടിച്ച് പോയാൽ മതി, നമുക്കിത് മനസ്സിലാവും. മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ലെവൽസിലും ഇത് അപ്ലൈ ചെയ്യും. പിന്നെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഓരോ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് വേറെ ആയിരിക്കും, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ കമ്പനീസിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്, അപ്പോൾ നമുക്കത് റെഗുലേഷൻസ് ആവശ്യമില്ല. പിന്നെ റിസൾട്ടാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്. കോർപ്പറേറ്റ് ഗവർണൻസ്, എത്തിക്കൽ വാല്യൂസ് മാറുന്നതിച്ച് മെത്തേഡ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിന് മാറ്റം വരും. ഇനി കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മൾ ടോപ്പ് ലെവലിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുള്ളൂ. പിന്നെ ഇതിന് കുറച്ചും കൂടി എക്സ്പീരിയൻസും വേണം, കുറച്ചും കൂടി സ്റ്റഡി ആവശ്യമാണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് ഇടയ്ക്കിടയ്ക്ക് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിസൾട്ടിനേക്കാളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഇനി അടുത്ത എമർജൻസി ആൻഡ് എവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടായത്, അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു പാരഗ്രാഫ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുത്ത് പോയാൽ മതി. ഓക്കെ, അടുത്ത കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോർപ്പറേറ്റ് ഗവർണൻസ് വഴി ഒരു കമ്പനി വളരാൻ സഹായിക്കും, അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ സഹായിക്കും, ആ കമ്പനിയുടെ ഫണ്ടൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കും, അതുപോലെ തന്നെ ആ കമ്പനിക്ക് കിട്ടുന്ന റിസോഴ്സ് ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സഹായിക്കും, ലോങ് ടേം ആൻഡ് സ്റ്റഡി ഗ്രോത്തിനെ സഹായിക്കും, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലുള്ള വിശ്വാസം, കോൺഫിഡൻസ് അത് കൂട്ടാൻ സഹായിക്കും, പിന്നെ മത്സരബുദ്ധി വളർത്തിയെടുക്കാൻ സഹായിക്കും, മറ്റുള്ള കമ്പനീസ് ആയിട്ട് സഹകരിച്ച് പോകാൻ ഇത് കൂടുതൽ സഹായിക്കും. ഇനി അടുത്ത കോർപ്പറേറ്റ് ഗവർണൻസ് ബന്ധപ്പെട്ട തിയറീസ് നോക്കാം. ഓക്കെ, 4 തിയറി ഉണ്ട്. സ്റ്റിവാർഡ്ഷിപ്പ് തിയറി, ഏജൻസി തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി, ട്രസ്റ്റ്ഷിപ്പ് തിയറി. ഓരോന്ന് നോക്കാം എന്താണെന്ന്. സ്റ്റിവാർഡ്ഷിപ്പ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് കമ്പനീനെ നയിക്കുന്നത്. ഏജൻസി തിയറീൻ്റെ അകത്ത് പറഞ്ഞത് ഈ ഷെയർ ഹോൾഡേഴ്സാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുന്നത്. എന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കണം, അതായത് ഒരു ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേക്ക് ഹോൾഡർ തിയറി. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് മാത്രമല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ബാക്കി എല്ലാ ടൈപ്പിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, ഇൻറ്റേണൽ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ അവരുടെ താല്പര്യത്തെയും കൂടി കണക്കിലെടുക്കും. ഓക്കെ, അതിനെയാണ് സ്റ്റേക്ക് ഹോൾഡർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രസ്റ്റ്ഷിപ്പ് തിയറി.
ഇവിടെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനീനെ നല്ല രീതിയിൽ നയിക്കും എന്ന് വിശ്വാസത്തിലാണ് ഷെയർ ഹോൾഡേഴ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിന് പുറത്ത് വരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ ട്രസ്റ്റ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്.